ഹായ്, ഇന്ന് അല്ലു കാതൽ എന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ്. അത് എനിക്കറിയാവുന്ന ഒരാൾ ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം കാണാൻ പറ്റിയത്. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അത് എല്ലാവരും തന്നെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്തേക്കണതാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയല്ല. അതിനകത്ത് കാര്യമായിട്ട് തന്നെ പണി അറിയാവുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ചെയ്തേക്കണേന്നറിയാം. അത് തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തെ ഷോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിലൊരു നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ അങ്ങനെ തുടങ്ങി ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നായകനെ കാണിക്കുന്നു. ഇതൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് അങ്ങനത്തെ സംഗതിയാണ്. അപ്പോൾ നായകനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. നായകനെ കാണിച്ച് നായകൻ്റെ പരിസരം അതും ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അതിലങ്ങനെ നമ്മളങ്ങനെ ഹുക്ക് ചെയ്തിരുത്താനുള്ള സംഗതികളൊന്നും നടക്കുന്നില്ല. പക്ഷേ ക്വാളിറ്റി ഉണ്ട്, കാണുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ നായകൻ്റെ ഒരു കൂട്ടുകാരനെ കാണിക്കുന്നു. അങ്ങനെ കുറേ സൈഡ് ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. ഒരു തമിഴൻ ക്യാരക്ടറൊക്കെ ഉണ്ട്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കോമഡിയൊക്കെ ഇങ്ങനെ വരുത്തുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കാണ് പോണേ. ഫ്ലാഷ് ബാക്ക് പണ്ടത്തെ കാലത്തെ ഒരു ഫ്ലാഷ് ബാക്കാണ്. 10-20 കൊല്ലം മുമ്പേക്ക് പോണു. 10-20 കൊല്ലം മുമ്പ് നടക്കുന്ന ഫ്ലാഷ് ബാക്ക്. അപ്പോൾ അതിൽ ഫുള്ള് കുറേ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ആ പ്രായമൊക്കെ തോന്നിക്കുന്ന കുറച്ച് ആക്ടേഴ്സാണ്. അവരാണ് പിന്നെ ഇതിനകത്ത് കൂടുതൽ സമയമുള്ളത്. അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ്. ബാക്കിയുള്ള ഈ തംബ്നെയിലിൽ കാണുന്നത് കൂടുതലും മേജറായിട്ടുള്ള ആക്ടേഴ്സൊക്കെയാണ്. പക്ഷേ ഇവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്തേക്കണേ. സ്ക്രീൻ സ്പേസ് കൂടുതലും എനിക്ക് തോന്നിയത് ഇവർക്കാണ്. ഇവരാണ് പിന്നെ കഥ ആ സിനിമ ശരിക്കും കൊണ്ടുപോകണേ. എനിക്ക് ആദ്യം ഇവരുടെ 2 ആക്ടേഴ്സിനെ കണ്ടപ്പോൾ കാര്യമായിട്ട് ഒരു ഇമ്പ്രഷൻ തോന്നില്ല. ഇവരിത് കുളമാക്കുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തും ഈ പറഞ്ഞ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അതിനകത്ത് കഥ അങ്ങോട്ടൊക്കെയൊക്കെ പോകണമെന്നൊക്കെ ഏകദേശം ഒരു ധാരണ വരും. ഹൈസ്കൂൾ കാണിക്കുന്നു, ഹൈസ്കൂളിലെ പ്രണയം അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ. നമുക്ക് അത്ര കാണാത്ത ഭയങ്കര സംഗതിയൊന്നുമല്ല. കഥയുടെ പോക്ക് നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകണമെന്നറിയാം. പക്ഷെ അതിങ്ങനെ കണ്ടിരിക്കാം. നല്ല രീതിയിൽ അവിടെ നമ്മളിങ്ങനെ കണ്ട് രസിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുന്നുണ്ട് അവർ. അത് നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുപോയി അത്. പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്. ട്വിസ്റ്റ് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് അങ്ങ് വർക്കായില്ല. ട്വിസ്റ്റ് ഒരു പാതി വെന്ത ഫീലായിരുന്നു. അത് മൊത്തത്തിലൊരു അത്രയ്ക്ക് അങ്ങോട്ട് വെടിപ്പായില്ല. അത് കുറച്ച് 1-2 സംഗതിയും കൂടെ ഒന്ന് ചേർത്തിരുന്നെങ്കിൽ അത് എഫക്റ്റ് ഉണ്ടായേനെ. അത് ഏതാന്നൊക്കെ ഒരു സ്പോയിലർ വീഡിയോയിൽ പറയാം. കാരണം അത് പറഞ്ഞ സ്പോയിലേഴ്സ് ആയിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ അരമണിക്കൂറുള്ളൊരു ഷോർട്ട് ഫിലിം. അത് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം. ലൈറ്റായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മതി എന്ന് തോന്നുമ്പോൾ കണ്ടിരിക്കാവുന്നൊരു പടമാണ്. നമ്മളധികം അങ്ങനെ ഭയങ്കര പ്രതീക്ഷയൊക്കെ വെച്ച് ഇന്നവരെ കാണാത്ത ഷോർട്ട് ഫിലിം അങ്ങനെയൊന്നും പറയാനില്ല. അങ്ങനത്തെ പല റൊമാൻറ്റിക് സംഗതികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സംഗതി ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് അവരുടെ വർക്ക് കൊണ്ടാണ്. എല്ലാവരും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ഇരുത്തണ ഒരു പരിപാടി അതിനകത്ത് ഉണ്ട്. അതിൽ ക്യാമറ കൊള്ളാം, എല്ലാം കൊള്ളാം. ക്യാമറയും കൊള്ളാം, അഭിനയവും കൊള്ളാം. അഭിനയം ഇവരെ കൊണ്ട് എങ്ങനെ ഇത്രയൊക്കെ ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്തിരി ടാസ്ക്കാന്ന് തോന്നുന്നു. ഈ ഇപ്പോൾ എന്താ പറയുക, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. ആ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ അത്രയും ചെയ്യിപ്പിക്കാന്നൊക്കെ ഉള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. അവരെ കണ്ടുപിടിക്കുക, അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൽ ആരും ഒന്നും മോശം പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറേ ഗ്രാഫിക്സൊക്കെ വരുന്നുണ്ട്. മറ്റേ VFX, പൂമ്പാറ്റയൊക്കെ VFXലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തോന്നിയോ ഇവർ ഇത്രയും ചെറിയ സീനിനൊക്കെ ഇത്രയും ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡബ്ബിങ് ഇവിടെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. ഒരാളിങ്ങനെ ആ ഒരു പയ്യനിങ്ങനെ തിരിഞ്ഞു നിന്ന് കൂട്ടുകാരനെ ഇങ്ങനെ വിളിക്കുക വരാൻ പറഞ്ഞുകൊണ്ട്, വീട്ടിൽ നിന്ന് വരാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇത് വേറെ ആരോ ഇങ്ങനെ സംസാരിക്കണമല്ലോ, വേറെ എവിടെയോ നിന്ന് ഇങ്ങനെ സംസാരിക്കണമല്ലോ, ഇവൻ്റെ സംസാരമായിട്ട് തോന്നണില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം മാത്രമേ തോന്നിയുള്ളൂ. ബാക്കിയൊന്നും അങ്ങനെ കല്ലുകടിയില്ല.
മ്യൂസിക്കൊക്കെ ഉണ്ട്. മ്യൂസിക് പാട്ടായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ചിങ്ങനെ ഒരു നേരം ഒരു 10-20 സെക്കൻഡ് മ്യൂസിക് എന്നുള്ള രീതിയിൽ. പാട്ടായിട്ട് അത്രയും ലെങ്ത് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ അവസാനത്തെ ഒരു ഇതാണ് ഇത്തിരി ഒരു പാതി വെന്ത ഫീല്. അതൊരു സ്പോയിലർ വീഡിയോയിൽ പറയാം.